25,000 വരും സമയങ്ങളിലും ഒരു പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുമെന്നുള്ള സൂചന നൽകിക്കൊണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ ഇൻഡെക്സ് 0.30% ഇടിഞ്ഞ് 24,945 ക്ലോസിംഗ് നൽകി. മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സെക്ടറിലെ സ്റ്റോക്കുകൾ ഇന്ന് ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. മിഡ് ക്യാപ് ഇൻഡെക്സ് 0.27%, സ്മാൾ ക്യാപ് ഇൻഡെക്സ് 0.75% ഉയർന്നപ്പോഴാണ് നിഫ്റ്റി 0.33% ഇടിയുകയും 25,000 താഴെ ക്ലോസിംഗ് നൽകുകയും ചെയ്തത്. കൂടാതെ ഇന്ന് ഇന്ത്യ വിക്സ് 5% ഉയർന്നതും ഇൻവെസ്റ്റേഴ്സിൻ്റെ സെൻറ്റിമെൻറ്റിനെ കോഷ്യസാക്കി മാറ്റിയിട്ടുണ്ട്. നിഫ്റ്റി 50യുടെ ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ 2 ചെറിയ രീതിയിലുള്ളതാണെങ്കിലും ബിയറിഷ് ക്യാൻഡിലുകൾ ഫോം ചെയ്തിട്ടുണ്ട്. ഇത് 24,800 എന്ന മാർക്കറ്റിൻ്റെ സ്ട്രോങ് സപ്പോർട്ട് സോണിലേക്ക് മാർക്കറ്റിനെ നയിച്ചേക്കും എന്നുള്ള സൂചനയാണ് നൽകുന്നത്. 24,800 പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കും. 24,800 എന്ന സപ്പോർട്ടിനെ ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഹയർ സൈഡിലേക്ക് നീങ്ങുകയോ അല്ലെങ്കിൽ വരും ട്രേഡിംഗ് സെഷനിൽ 25,000 എന്ന ലെവൽ മാർക്കറ്റ് റീഗെയിൻ ചെയ്യുകയോ ചെയ്താൽ 25,300 വരെയുള്ള മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റ് വളരെയധികം വോളറ്റൈലായിരുന്നു. മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതിന് പിന്നിലെ മറ്റൊരു പ്രധാന കാരണം കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഇന്ത്യൻ ഇൻഡെക്സ് 4% ഉയർന്നിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ നിഫ്റ്റി 50യുടെ വാല്യൂഷൻ 10 വർഷത്തെ ആവറേജ് വാല്യൂഷനായ 17.5 ഉയർന്ന് 18.8 എത്തി. ഇതും ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സിനെ പ്രോഫിറ്റ് ബുക്കിങ്ങിന് പ്രേരിപ്പിച്ച ഒരു പ്രധാന ഘടകമാണ്. ഇന്ന് ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത് ബജാജ് ഓട്ടോയാണ്. 4% ഉയർന്നു. ശ്രീരാം ഫിനാൻസ് 1.85%, പവർ ഗ്രിഡ് 1.35% ഉയർന്നു. അതേസമയം സൊമാറ്റോ 3%, ഗ്രാസിം 2%, ഇൻഫോസിസ് 2% ഇടിഞ്ഞു. IT സെക്ടർ മോശം പെർഫോമൻസ് കാഴ്ചവെച്ചപ്പോൾ റിയാലിറ്റി സെക്ടർ 2.26% ഉയർന്നു. PSU ബാങ്ക് ഇൻഡെക്സ് 1.46% ഉയർന്നു. നിഫ്റ്റി ബാങ്ക് 0.12%, ഫിനാൻഷ്യൽ സർവീസ് 0.13% ഉയർന്നു. ഓയിൽ ആൻഡ് ഗ്യാസ്, മീഡിയ, IT തുടങ്ങിയ സെക്ടറുകളിലാണ് ഇന്ന് സെല്ലിംഗ് പ്രഷർ പ്രകടമായത്. അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിച്ചാൽ 1,842 സ്റ്റോക്കുകൾ ബൈയിങ് സൈഡിലും 1,074 സ്റ്റോക്കുകൾ സെല്ലിംഗ് സൈഡിലുമായിരുന്നു. ഇനി വരും സമയങ്ങളിലേക്കുള്ള മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ കൂടിയെന്ന് മനസ്സിലാക്കാം. 24,800 തന്നെയാണ് മാർക്കറ്റിൻ്റെ ഏറ്റവും സ്ട്രോങ് സപ്പോർട്ട്. 24,750, 24,800 തുടങ്ങിയവ മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കും. ഏതെങ്കിലും കാരണവശാൽ ഈ സപ്പോർട്ട് നഷ്ടപ്പെട്ടാൽ 24,500, 24,300 തുടങ്ങിയവയാണ് ഡൗൺ സൈഡിലുള്ള സപ്പോർട്ടുകൾ. റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക 25,116 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. അതിന് മുകളിൽ 25,207 ഒരു റെസിസ്റ്റൻസ് ആണ്. 25,200 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ പിന്നീട് 25,500 അതിനുശേഷം 25,700 ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് വേണം നമ്മൾ വരും സമയങ്ങളിൽ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാൻ. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 54,800 പ്രധാനപ്പെട്ട സപ്പോർട്ടായി പ്രവർത്തിക്കുകയും ചെയ്യും. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഹെവി സെല്ലിംഗ് പ്രഷർ നേരിട്ടത് IT സെക്ടറിലെ സ്റ്റോക്കുകൾ തന്നെയാണ്. ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളിലും പ്രോഫിറ്റ് ബുക്കിംഗ് പ്രകടമായിട്ടുണ്ട്. ഇൻഫോസിസ് 2%, TCS 1.20%, ടെക് മഹീന്ദ്ര 1.19%, HCL ടെക് 0.6% ഇടിഞ്ഞിട്ടുണ്ട്. IT സെക്ടറിലെ സ്റ്റോക്കുകളിൽ വന്ന പ്രോഫിറ്റ് ബുക്കിങ്ങിന് പിന്നിലെ ഏറ്റവും പ്രധാന കാരണം പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ മൂഡീസ് എന്ന റേറ്റിംഗ് ഏജൻസി അമേരിക്കയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് AAA നിന്നും AA1 എന്ന കാറ്റഗറിയിലേക്ക് റെഡ്യൂസ് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ്. അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ഡെപ്റ്റ് ആൻഡ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് റേഷ്യോ സോവറിൻ റേറ്റിനേക്കാൾ ഉയർന്നതിനെ തുടർന്നാണ് മൂഡീസ് അമേരിക്കയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് റെഡ്യൂസ് ചെയ്തത്. അതിൻ്റെ ഇമ്പാക്റ്റ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രത്യേകിച്ചും IT സെക്ടറിലെ സ്റ്റോക്കുകളിലാണ് പ്രകടമായത്. ഓവറോൾ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നോക്കിയാൽ ഏഷ്യൻ, യൂറോപ്യൻ ഇൻഡെക്സുകളിലും ഇന്ന് സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു. അതേസമയം ഇന്ത്യൻ മാർക്കറ്റിൽ IT സെക്ടറിന് 11% വെയിറ്റേജ് ഉള്ളതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് നിഫ്റ്റിയിൽ 0.30% ഇടിവ് വരികയും ഇൻഡെക്സ് 25,000 എന്ന സപ്പോർട്ട് നഷ്ടപ്പെടുത്തുകയും ചെയ്തത്. ഇനി ഓപ്പർച്യൂണിറ്റി ഉള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ അവിടെ ഇൻഫോസിസ് എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് പരിഗണിക്കാവുന്നതാണ്. 1,387 ഇൻഫോസിസിൻ്റെ വീക്കിലി ബേസിസിൽ ഒരു പ്രധാന സപ്പോർട്ടാണ്. അതായത് 1,400 ഇൻഫോസിസിൻ്റെ ഒരു പ്രധാന സപ്പോർട്ടാണ്. 1,587 സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നുണ്ട്. 1,500 ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി പ്രവർത്തിക്കും. 1,500 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ 1,400 എന്ന ലെവലിലേക്ക് ഇൻഫോസിസ് ഇടിഞ്ഞേക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്